ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ 2 ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കരയിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അതുപോലെ തന്നെ ചായക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ അതെ, ഇനി ഇതേപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗൾ നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ പുതിയതായിട്ട് യൂട്യൂബിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങിയതാണ്. ഇപ്പോൾ അതെ, ഇതിലേക്ക് ഞാൻ 250 ml കപ്പിൽ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മൈദ മതിയെങ്കിൽ മൈദയും യൂസ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കയുടെ പൊടി ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഈ മാവിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ശർക്കര പാനി കുറച്ചൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. നല്ല ചൂടോടെ ഒഴിച്ചു കൊടുക്കരുത്, ചെറിയൊരു ചൂട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതേ, ഞാൻ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അതിലെ കല്ലും മണ്ണും ഒക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇനി ഇത് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ഒരു ശർക്കര പാനി മാത്രം മതിയാവില്ല, കുറച്ച് വെള്ളം കൂടി ചേർക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം വേണ്ട, ശർക്കര പാനി മാത്രം മതിയെങ്കിൽ ശർക്കര മെൽറ്റ് ചെയ്തെടുക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ കുറച്ച് വ്യത്യാസം വരുത്തിയാൽ മതി കേട്ടോ. കുറച്ച് കൂടുതൽ ആക്കണമെങ്കിൽ അങ്ങനെ കൂടുതൽ വെള്ളമാക്കിയാലും മതിയാകും. ഇപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മാവ് ഒന്നും കൂടി ലൂസായി വന്നോളൂ. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ വെള്ളത്തിൻ്റെ അളവ് പറയുന്നത് ഇപ്പോൾ ഓരോരുത്തരും എടുക്കുന്ന ഗോതമ്പ് പൊടിക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ചില ഗോതമ്പ് പൊടി അത്യാവശ്യം നന്നായിട്ട് വെള്ളം കുടിക്കും, അപ്പോൾ അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് വരും. ഇപ്പം ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഈ വലിപ്പമുള്ള 2 റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റോബസ്റ്റ പഴം നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഈ റോബസ്റ്റ പഴം അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പഴുത്ത പഴമാണെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ 2 കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കുമ്പോൾ ഒരുപാട് ഉടഞ്ഞിങ്ങനെ പേസ്റ്റ് പോലെ ആകണ്ട കേട്ടോ. ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഉടച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മളിത് മാവിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നോളൂ. അപ്പോൾ എന്താ പറയുക, ഇത് ഈ സ്നാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് പഴം ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്താലും മതി. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്, എന്നെങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതേപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടോ, മാവിൻ്റെ കൺസിസ്റ്റൻസി പഴം ചേർത്തപ്പോൾ ഒന്നും കൂടി ലൂസായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മാവിൽ ശർക്കര പാനിയും വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, പഴം ചേർക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ലൂസായി വരും, അതനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അപ്പസോഡ, അതായത് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൗഡറല്ല, സോഡയാണ് ചേർത്തത്. പൗഡർ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതേപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ബേക്കിംഗ് സോഡ എല്ലായിടത്തും ആകാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തത്. നമ്മുടെ സ്നാക്ക് നല്ല സോഫ്റ്റും ആകും ഇതേപോലെ മിക്സ് ചെയ്തെടുത്താൽ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ സ്നാക്ക് റെഡിയാക്കാൻ പാടുള്ളൂ. അപ്പോൾ എന്താ പറയുക, നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഏതൊരു സ്നാക്കും ഏതൊരു പൊരി സാധനവും നമ്മൾ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കരുത് കേട്ടോ. അങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ചിക്കൻ പൊരിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ പുറത്തുള്ള കോട്ടിങ് ഇളകിപ്പോവും. ഇപ്പോൾ ഇതേപോലെ സ്നാക്ക് ആണെങ്കിലും അത് അവിടെ ഇവിടെ പിടിക്കുന്ന ഒരു ഇതുണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഒരു 10-20 സെക്കൻഡോളം ആ ഫ്ലെയിമിൽ തന്നെ അങ്ങനെ ഇരുന്നിട്ട് വേണം നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാനൊന്ന് കുറച്ച് ഇതേപോലെ വാരിയിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് സ്പൂൺ കൊണ്ട് കോരിയിട്ടാൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാൻ അത്യാവശ്യം വലുപ്പത്തിലാണ് തയ്യാറാക്കുന്നത്. ചെറിയ കുഞ്ഞു ബോളായിട്ട് തയ്യാറാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഏതായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചെറുതാണെങ്കിൽ കഴിക്കാനും എളുപ്പമായിരിക്കും. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് വായിലിട്ട് വേഗം കഴിക്കാനും സുഖമായിരിക്കും. ഈ ഒരു സ്നാക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ സ്കൂൾക്ക് കൊടുത്തയക്കാനും പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. പ്രാവശ്യങ്ങളിൽ ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു.
അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ലോയിലും ഹൈ ഫ്ലെയിമിലും വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് പൊറോക്ക റെഡിയാകും, പക്ഷെ ഉള്ളിൽ നോക്കുമ്പോൾ റെഡി ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. കുക്കിംഗ് ടൈമൊന്നും അധികം വരുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതേ മുഴുവനും ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ചായക്കൊപ്പൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ഇപ്പോൾ എല്ലായിടത്തും മഴയൊക്കെ എങ്ങനെയുണ്ട്? നമ്മളിവിടെ പെരിന്തൽമണ്ണ 2 ദിവസമായിട്ട് മഴയൊന്നുമില്ല, വേനൽക്കാലം പോലെ ആയിട്ടുണ്ട്. പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക, സന്തോഷമായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി.